അതീവ താല്പര്യത്തോടും ദൈവഭക്തിയോടും പ്രാർത്ഥനയോടുകൂടി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ഐക്യത്തോടും കൂടെ സംസാരിച്ചു നമ്മുടെ പിതാവായ മാർപ്പാപ്പയുടെ നിയമങ്ങൾക്കും മെത്രാന്മാർക്കും സിനഡിൻ്റെ സ്ഥലത്തും ഉള്ള ഏകീകൃത കുർബാനയിലും മറ്റ് പ്രാർത്ഥനകളിലും സംബന്ധിച്ചുകൊണ്ട് ഈ യോഗത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി രാജ. അടുത്ത് നമുക്ക് ഈ പരിപാടി ഉദ്ഘാടനം, ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിലൊരു അധ്യക്ഷൻ ഉണ്ടാവണം, ഒരു ഉദ്ഘാടകൻ ഉണ്ടാകണം, ആശംസ, എന്നാൽ മാത്രമേ നമ്മുടെ ഫംഗ്ഷൻ കൊഴുപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദ്ഘാടനം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ ക്രിസ്ത്യനാചാരപ്രകാരം വരുന്ന ഒരു കാര്യമാണ് തിരി കത്തിക്കലും. തിരി കത്തിക്കുന്നതിന് വേണ്ടി റോസമ്മ കുടുംബത്തിലെ മുതിർന്നിട്ടുള്ള മക്കളായിട്ടുള്ള ചാച്ചനെയും അമ്മണി ചേച്ചി, കുഞ്ഞാൻറ്റി, മരുമക്കളായിട്ടുള്ള ജോണിച്ചാച്ചൻ, അമ്മായി, മൂത്ത അമ്മായി, രണ്ടാമത്തെ അമ്മായി, ചെറിയ അമ്മായി, ഇവരെ 6 പേരെയും ഒന്നിച്ച് എല്ലാവരും അടുത്തുണ്ടായാൽ മതി. ആർക്കും ഒരാൾ കത്തിച്ചാൽ മതി, ചാച്ചനെ കത്തിക്കുക. അപ്പം തിരിയോടെ വെക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. തിരി കത്തിക്കുന്നതിനായിട്ട് ചാച്ചനെ ക്ഷണിച്ചു കൊടുക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് ഫാൻ ഓഫ് ചെയ്യണ്ടേ? ഒരു മെഴുതിരിയില്ലേ? ഫോട്ടോ എടുക്കാൻ കുട്ടികളെ വിളിക്കേ. നമ്മുടെ വളരെ ഇപ്പൊ ഇതുവരെ കണ്ടതെന്ന് മനസ്സിലായി കാണും. വളരെ പ്ലാനായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ഒരു മീറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യ അതിഥികൾ കയറി വന്നപ്പോൾ പൂച്ചെണ്ട് കൊടുക്കാൻ മറന്നുപോയി. സാരമില്ല, നമുക്ക് ഇപ്പോൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോ നമ്മുടെ മുഖ്യ അതിഥികൾ പല ഫാമിലിയിൽ നിന്ന് വന്നവരാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ മുഖത്തേക്ക് അപ്പൊ പൂച്ചെണ്ട് ഉള്ളവരൊന്ന് കൈപോക്കിക്കേ. ഇവിടെ വന്നിരിക്കേ, കുട്ടികളെല്ലാരും കൂടെ കുഞ്ഞുകുട്ടിയാക്കിയാ മാറും. അപ്പൊ മോളും കൂടെ കയറി വന്നേ. പേര് ഇവർക്ക് അറിയാമോന്ന് നമുക്ക് നോക്കാം. നമ്മൾ അമ്മ ചേച്ചിക്ക് പൂച്ചെണ്ട് കൊടുക്കുക. ഇത് വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു പേര്. അടുത്ത് നമ്മുടെ കൂട്ടം വരുന്നു. പരിചയമില്ലാത്തവർക്ക് കൊടുക്കാനാണ്.
ഇത് നമ്മുടെ ജോൺ ചാച്ചന് പോകുന്നുണ്ട്. ഇത് ആരാണ്? ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. മോൻ ആരായിരുന്നു? രാജു. ആരോ? അടുത്തത് സുന്ദരിക്കുട്ടി വരുന്നു. നമ്മുടെ മീമിച്ചിക്ക് പൂച്ചിട്ട് കൊടുക്കുന്നു. പ്രവിധാരണ മോളാണ് നമുക്കറിയാം. അടുത്തത് വരും. അതെ, പറയണ്ട ഇനി പറയുന്നു പിന്നെ ആരെടുത്ത് കൊടുക്കുന്നു പറയും. ഇത് ബിജു ജോസഫിന്റെ മകൾ റീതയുടെയും മകൾ നീന. കുഞ്ഞാലിക്ക് 100 മാർക്ക്. അമ്മ അല്ലെങ്കിൽ 100-ലാണ്. അയ്യോ, ഇതിപ്പോ എന്തായിട്ട് നമുക്ക് പരിചയമുണ്ടോ? അമ്മച്ചിക്ക് കൊടുക്ക്. അടുത്തത് അപ്പച്ചന് പൂച്ചോണ്ട് കൊടുക്കുന്നു. ജില്ലിയുടെ മകൻ സുബിയുടെ മകനാണ്. ജോഷിയ. പഴയ നിയമത്തില് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ കനാൻ ദേശത്തേക്ക് നയിച്ച ജോഷിയ. ആരെ തലകൊണ്ട് തലകൊണ്ടത് ഞാൻ എൻ്റെ ഭാര്യ. വീഡിയോ